അമ്മൂസിൻ്റെ ബർത്ത്ഡേ ആട്ടോ. അന്നപ്പോൾ അവൾക്കൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ പട്ടോളി നീലിമയിലേക്ക് പോയതാണ്. ഞങ്ങളിവിടെയുള്ള അത്യാവശ്യം നല്ലൊരു വലിയ ഫാൻസി കേട്ടോ. ഈ വ്ളോഗ് വരെ അമ്മൂസിൻ്റെ പിറന്നാൾ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ്. അന്ന് രാത്രി എനിക്കിത് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിറ്റേ ദിവസമാണ് ഞാൻ ഈ വ്ളോഗ് ഇടുന്നതും. അങ്ങനെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹാമ്പറും കുറച്ച് ചോക്ലേറ്റൊക്കെ വാങ്ങി നേരെ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ. വീട്ടിൽ പോയിട്ട് വേണം ഇതൊക്കെ വെച്ചിട്ട് അമ്മൂസിൻ്റെ വീട്ടിലേക്ക് പോകാൻ. ഇന്ന് അവിടെ നിന്നാണ് സദ്യ എന്ന് രാവിലെ തന്നെ അമ്മൂസ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്നപ്പോൾ കുറേ കാലമായി ഞാൻ സദ്യയും കഴിച്ചിട്ട്. അപ്പോൾ നല്ല അടിപൊളി സദ്യയും കഴിക്കാൻ വിചാരിച്ച് ഞങ്ങൾ നേരെ അമ്മൂസിൻ്റെ വീട്ടിലേക്കൊക്കെ എത്തി. അവിടെയാണെങ്കിൽ അവളെ അമ്മച്ചനും അമ്മമ്മയും കസിനും ഒക്കെ വന്നിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം ആവുന്ന സമയത്ത് അവളെ മേമയും ഭർത്താവും ഒക്കെ വരുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ സദ്യയൊക്കെ കഴിക്കാൻ വേണ്ടി തുടങ്ങിയേ. ഇതൊക്കെ കഴിച്ചിട്ട് വേണം വീട്ടിൽ പോയിട്ട് കിച്ചുവിനെ ഉറക്കിയിട്ട് എനിക്ക് ഈ ഹാമ്പറൊക്കെ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞങ്ങൾ വേഗം ഭക്ഷണം കഴിച്ച് ഞാൻ പറഞ്ഞു അമ്മൂസേ എന്നാൽ വൈകുന്നേരം കാണാം, ഞാൻ പോട്ടേന്ന്. അങ്ങനെ ഞാൻ നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തി കിച്ചുവിനെ ഉറക്കി ഹാമ്പർ സെറ്റാക്കാൻ വേണ്ടി തുടങ്ങിയിട്ടോ. ഞാനും തക്കിടുവാണ് ഹാമ്പർ സെറ്റാക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അന്നപ്പോഴാണ് മെയിനായിട്ടുള്ളൊരു തെർമോക്കോൾ വാങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായത്. പിന്നെ ഉള്ള സാധനമൊക്കെ വെച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് ചെറിയൊരു ഹാമ്പർ ഞങ്ങൾ സെറ്റാക്കിയിട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ സെറ്റാക്കുന്നതും അമ്മൂസിന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഗിഫ്റ്റും കൊടുക്കുന്നത്. അമ്മൂസ് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഞാനിങ്ങനെ ചെയ്യുന്നൊക്കെ. ഇത് ഞാൻ തന്നെ ചെയ്തതെന്ന് പറയുമ്പോൾ അവൾക്ക് നല്ല സന്തോഷമായിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഹാമ്പറൊക്കെ സെറ്റാക്കി രാത്രിയായപ്പോൾ ഞങ്ങൾ മെല്ലെ അങ്ങോട്ട് തിരിച്ചിട്ടോ. അവളെ ചേച്ചിയാണെങ്കിൽ അവൾക്ക് വേണ്ടി നല്ലൊരു ഡെക്കറേഷനും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. കേക്കും ഡെക്കറേഷനും ഒക്കെ വമ്പത്തിൻ്റെ പ്ലാനാണ്. അമ്മൂസിനെ കാണാനും നല്ല രസമുണ്ട്. അമ്മൂസിൻ്റെ 15ാമത്തെ പിറന്നാളാണ് ഇന്ന്. അന്നപ്പോൾ എല്ലാവരും കൂടി ചെറിയ അവളെ ഫാമിലിയും ഞങ്ങളും മാത്രം, വേറെ പുറത്തുനിന്നൊന്നും ആരുമില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ അമ്മൂസിനോട് പറഞ്ഞു അമ്മൂസേ കേക്കൊക്കെ മുറിച്ചോന്ന് പറഞ്ഞു. പിന്നെ അമ്മൂസ് ഇതാ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടോ. നല്ല കേക്കായിരുന്നേ. അതെവിടെ നിന്നാണ് വാങ്ങിയെന്ന് ഞാൻ ചോദിക്കാനും മറന്നുപോയി. എനിക്കെന്തായാലും കേക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ആദ്യം തന്നെ അവൾ കേക്കൊക്കെ മുറിച്ചിട്ട് നേരെ കിച്ചുവിനാണ് കൊടുത്തത്. കിച്ചു ആണെങ്കിൽ തക്കുടുവിൻ്റെ കയ്യിൽ നിന്ന് ഇറങ്ങുന്നുമില്ല. ഇന്ന് അവന് പരിചയമില്ലാത്ത കുറച്ച് ആൾക്കാർ അവിടെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട് അവൻ തീരും താഴെ നിൽക്കുന്നില്ല. പിന്നെ അവളെ അച്ഛനും അമ്മയ്ക്കൊക്കെ അവൾ കേക്ക് കൊടുത്തിട്ടോ. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എൻ്റെ ലൈഫിലൊക്കെ ഞാനിങ്ങനെ ഒരു കേക്കൊക്കെ മുറിച്ചത് ഒരു 18-19 വയസ്സിലൊക്കെ ആയിരിക്കും. അതും എൻ്റെ ഫ്രണ്ട്സാണ് സെറ്റാക്കി തന്നത്. പണ്ടൊക്കെ ചെറുപ്പം എന്നൊക്കെ കേക്ക് മുറിക്കുക എന്നൊക്കെ പറയുമ്പോൾ അച്ഛനും അമ്മയ്ക്കൊന്നും അന്നത്തെ കാലത്തൊന്നും അതൊന്നും ഇല്ല എന്നൊക്കെ രീതിയിലാണ്. പിന്നെ സാമ്പത്തികമായിട്ടും അപ്പം നിങ്ങൾ ചിന്തിക്കുക ഒരു കേക്ക് വാങ്ങാനൊക്കെ സാമ്പത്തികം വേണം. കാരണം ഞങ്ങളെ വീട്ടിൽ ഞാനും എൻ്റെ അനിയനും ഉണ്ട്. എല്ലാ കാര്യങ്ങളും അച്ഛനാണ് നോക്കുന്നത്. അതിൻ്റെതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവുമല്ലോ. പിന്നെ ഞങ്ങൾ അതിനെ പിടിച്ച് വാശിയൊന്നും പിടിക്കില്ലായിരുന്നു കേട്ടോ. പിന്നെ സ്കൂളിലേക്ക് ആകുന്ന സമയത്ത് മുട്ടായൊക്കെ വാങ്ങി തരുമായിരുന്നു. അങ്ങനെ എല്ലാം ഇങ്ങനെ മെല്ലെ മെല്ലെ ആഘോഷിച്ച് പോകുമായിരുന്നു. പിന്നെ ഇതാ എൻ്റെ ഹാമ്പർ കൊടുത്തപ്പോൾ അമ്മൂസ് നല്ലോണം ഞെട്ടിപ്പോയിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കേക്കും കൊടുക്കാൻ മറന്നുപോയി. അങ്ങനെ കേക്കൊക്കെ കഴിച്ച് നല്ല അടിപൊളി പായസവും കുടിച്ച് ലാസ്റ്റ് ഞങ്ങൾ അമ്മൂസിനെ ഒന്ന് ഡെക്കറേഷൻ ചെയ്തതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എൻ്റെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ ശരി, ബൈ.